നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നാം ഇഷ്ടപ്പെടുന്ന 5 കാര്യങ്ങളും അതുപോലെ തന്നെ നാം മറന്നു പോകുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യഅതി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ മേലിൽ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസ, അവർ 5 കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും 5 കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? 5 കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. വലിയൊരു ഗൗനിക്കുകയൊന്നുമില്ല, വലിയൊരു കാര്യമാക്കുകയില്ല ആ 5 കാര്യങ്ങൾ. അവ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, യുഹിബ്ബൂന ദുന്യ വയൻസൗനൽ ആഖിറ, അവർ ദുന്യാവിന് ഇഷ്ടപ്പെടും, ആഖിറത്തെ മറന്നു പോവുകയും ചെയ്യും. ദുന്യാവിൽ ഒരുപാട് സമ്പത്ത് വേണം, വലിയ സമ്പന്നനാവണം, ദുന്യാവിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ വേണം, വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കണം, വലിയ വലിയ പൊസിഷൻ വേണം. അതിനുവേണ്ടി ഇങ്ങനെ അവർ കഷ്ടപ്പെടും. ഈ ദുന്യാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഓടി നടക്കും, കഷ്ടപ്പെടും, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ വയൻസൗനൽ ആഖിറ, അവർ ആഖിറത്തെ മറന്നുപോകും, മരണത്തെ മറന്നുപോകും. മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ചിന്ത അവർക്കുണ്ടാവുകയില്ല. നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് നമ്മോട് മരണമുണ്ട്. ഏത് സമയത്തും മരണത്തിന്റെ മാലാക മലക്കുൽ മൗത്ത് അസ്റായിൽ വന്നുകൊണ്ട് നമ്മുടെ റൂഹ പിടിച്ചുകൊണ്ടു പോകാം. നമുക്ക് വല്ല ഉറപ്പുണ്ട് മുഅ്മിനീങ്ങളെ? നമ്മുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായെന്ന് ചിന്തിച്ചു നോക്ക്. എത്ര എത്ര ആളുകളാണ് വലിയ വലിയ അധികാര കേന്ദ്രങ്ങളിൽ വിരാജിച്ചിരുന്നവർ, വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്നവർ, വലിയ സമ്പന്നർ മരണപ്പെട്ടു പോയില്ലേ? അവർക്ക് നാറടി മണ്ണിന്റെ അകത്തളത്തല്ലേ? അവരുടെ അധികാര പദവികൾ ഇന്ന് മറ്റാളുകൾ അലങ്കരിക്കുന്നു. സമ്പന്നരുടെ സ്വത്തുകൾ മറ്റാളുകൾ ഉപയോഗപ്പെടുത്തുന്നു. അവനിങ്ങനെ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി ഓടി നടന്നത് അവനക്ക് ഉപകാരപ്പെട്ടോ? ഇല്ല. നമുക്ക് ഉപകാരപ്പെടുന്നത് എന്താണ്? അമലു സ്വാലിഹാത്തുകളാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഏത് സമയത്തും മരണത്തെ സ്വീകരിക്കാൻ, മരണത്തെ പുൽകാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണമുണ്ട്, ഉറപ്പാണ്. ചെറിയ കുട്ടികൾ, പിഞ്ചു മക്കൾ മരണപ്പെട്ടു പോകുന്നില്ലേ? അവർക്ക് നീതി ലഭിക്കുന്ന ലോകം എവിടെയാണ്? ആഖിറത്തിലാണ്. ആഖിറം എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ആഖിറത്തെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇന്ന് ഈ ദുന്യാവ് മാത്രമാണ് ജീവിതം, ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ നമ്മൾ പുച്ഛിച്ച് തള്ളണം, അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം, അവരെ നമ്മൾ സ്വീകരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോടാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ആഖിറത്തിലാണ് അനശ്വരമായ സ്വച്ഛതമായ ജീവിതം, അവിടെയാണ്, ആഖിറ ലോകത്താണ്. ആഖിറ ലോകമില്ലെങ്കിൽ ഇവിടെ ചെറിയ പിഞ്ചുമക്കൾ മരണപ്പെട്ടു പോകുന്നു. അവർക്ക് എവിടെയാണ് നീതിയുള്ളത്? ആഖിറത്തിലാണ്. ജീവിതത്തിൽ ഒരു സുഖം എന്തെന്നറിയാത്ത ആളുകൾ ജന്മന അംഗവൈകല്യവും മറ്റു അസുഖങ്ങളുമായി ജീവിച്ച് നരകിച്ച് വേദന അനുഭവിച്ച് ജീവിച്ച് അങ്ങനെ മരണപ്പെട്ടു പോയി. ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാത്ത ആളുകൾ, അവർക്ക് എവിടെയാണ് നീതി ലഭിക്കുന്നത്? ആഖിറ ലോകത്താണ്. അപ്പോ ആഖിറമുണ്ട്, മരണമുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വേണം. എപ്പോഴും മരണത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. രണ്ടാമതായിട്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യുഹിബ്ബൂനൽ മാൽ, അവർ മുതലിനെ ഇഷ്ടപ്പെടും, സമ്പാദ്യത്തെ ഇഷ്ടപ്പെടും. ഒരുപാട് സമ്പാദിക്കണം എന്ന് കരുതിയിട്ട് എന്താകും? ജീവിക്കും. വയൻസൗനൽ ഹിസാബ്, അവർ ഹിസാബിനെ എന്താകും? മറന്നുപോകും. കുറെ സമ്പാദിക്കണം, ഒരുപാട് സമ്പാദ്യം വേണം. പക്ഷേ ഹിസാബ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെ ഹിസാബ് ചെയ്യപ്പെടും, ഇതൊക്കെ ചോദിക്കപ്പെടും എന്നുള്ള ആ കാര്യം അവർ മറന്നുപോകും. എന്നിട്ട് സമ്പത്തിന് വേണ്ടി, സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടി എന്ത് ചതിയും എന്ത് വഞ്ചനയും എന്ത് കൊലപാതകവും ചെയ്യാൻ തയ്യാറാകുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിൽ അധികരിച്ചു വരുമെന്ന് ഹബീബായ തങ്ങൾ പറയാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്. ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോ നമ്മൾ ആഖിറത്തിന് വേണ്ടി, ഹിസാബിൽ വിജയിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നവരാകണം. നമ്മൾ ഇക്കൂട്ടരിൽ പെടാൻ പാടില്ല എന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യുഹിബ്ബൂനൽ മഖ്ലൂഖ് വയൻസൗനൽ ഖാലിഖ്,
അവരെന്താവും? സൃഷ്ടികളെ ഇഷ്ടപ്പെടും. യുഹിബ്ബൂനൽ മഖ്ലൂഖ്, ഇവിടെയുള്ള ആളുകളെ, ജനങ്ങളെ ഇഷ്ടപ്പെടും. ജനങ്ങൾക്ക് വേണ്ടി, ഇവിടെയുള്ള വലിയ സമ്പന്നർക്കും നേതാക്കന്മാർക്കൊക്കെ വേണ്ടി എന്തു ചെയ്തു കൊടുക്കാനും തയ്യാറാകും. പക്ഷേ വയൻസൗനൽ ഖാലിഖ്, നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ അവർ മറന്നുപോകും. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന, ഇതുവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ റബ്ബിനെ അവര് മറന്നുപോകും. പക്ഷേ അവര് ഈ ദുന്യാവിലെ ആളുകളെ ഇഷ്ടപ്പെടും. ദുന്യാവിലെ ആളുകളെ പ്രീതിപ്പെടുത്താൻ, അവരെ തൃപ്തിപ്പെടുത്താൻ, സമ്പന്നരെ തൃപ്തിപ്പെടുത്താൻ, മുതലാളിമാരെ തൃപ്തിപ്പെടുത്താൻ, നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ അവർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകും. പക്ഷേ ഖാലിഖായ റബ്ബിന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാകാത്ത ഒരു വിഭാഗം ആളുകൾ അവസാന കാലഘട്ടത്തിൽ, ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അടുത്തതായിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, നാലാമത്തെ കാര്യം യുഹിബ്ബൂനൽ ഖുസൂർ, അവർ വലിയ വലിയ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടും. വയൻസൗനൽ ഖുബൂർ, ഖബറിനെ മറന്നുപോകും. വലിയ വലിയ മണിമാളിക സൗധങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. വയൻസൗനൽ ഖുബൂർ, ഖബറിനെ എന്താവും? മറന്നുപോകും. വലിയ വലിയ കൊട്ടാരങ്ങൾ ഇവിടെ കയറ്റാൻ വേണ്ടി, വലിയ വലിയ മണിമാളിക സൗധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മത്സരിക്കും. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും, സമ്പത്തുണ്ടാക്കും. പക്ഷേ നാളെ ശാശ്വതമായി കിടക്കേണ്ട ഖബർ, എല്ലാ സമ്പന്നനും പോയി കിടക്കേണ്ട 6 അടി മണ്ണാകുന്ന ഖബറിനെ, യൻസൗനൽ ഖുബൂർ, ഖബറിനെ മറന്നുപോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബായ തങ്ങൾ പറയാണ്. അടുത്തതായിട്ട്, അഞ്ചാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുഹിബ്ബൂനൽ മഅസിയത വയൻസൗനത് തൗബ, തെറ്റിനെ ഇഷ്ടപ്പെടും, തൗബയെ മറന്നുപോകും. തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, നിരന്തരമായി തെറ്റുകൾ ഇങ്ങനെ ചെയ്യും. പക്ഷെ തൗബ ഒരിക്കലും ചെയ്യൂല. തൗബ ചെയ്യാൻ മറന്നുപോകും, തൗബയെ ഒഴിവാക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കാൻ. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം, തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരെങ്കിലും അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു കാലഘട്ടമല്ലേ നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് പ്രധാനമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.